വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ജെ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടൊമാറ്റോ ഗേളിനെയാണ്. ടൊമാറ്റോ ഓർ ടൊമാറ്റോ എന്നൊക്കെ പറയാം പല പല ആക്സെൻറ്റിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു തക്കാളിക്കുട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കോൾഡ് പോർസലൈൻ ക്ലേ ആണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ക്ലേ വെച്ചിട്ട് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ നല്ല ഒരു റെഡ് കളറിൽ ക്ലേ നമ്മുടെ അക്രിലിക് പെയിൻറ്റുമായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ റെഡും ക്രിംസണും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ക്രിംസൺ മാത്രം മിക്സ് ചെയ്താലും മതി, വേണമെങ്കിൽ കുറച്ച് എല്ലയും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പം നമുക്കൊരു നല്ല ഒരു ടൊമാറ്റോയുടെ കളറ് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു മോൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് തമ്പ് വെച്ചിട്ടൊന്ന് കുഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഇംപ്രഷൻസ് കൊടുക്കാം. വളരെ എളുപ്പമാണ് ടൊമാറ്റോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നല്ല സ്മൂത്തായിട്ടുള്ള സർഫസാണ് അതിനുണ്ടാവുക. പിന്നെ പല ഷേപ്പിലും ഉണ്ടാവും, നീണ്ടിട്ടുള്ള ഷേപ്പിലും ഉരുണ്ടിട്ടുള്ള ഷേപ്പിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ആൻഡ് ടൊമാറ്റോ ഈസ് എ ഫ്രൂട്ട് ടു. നമ്മൾ വെജിറ്റബിളിൻ്റെ കാറ്റഗറിയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിലും തക്കാളി ഒരു ഫ്രൂട്ടാണ്. നല്ല രസമല്ലേ ചെടിയിലിങ്ങനെ തക്കാളി ഉണ്ടായി കിടക്കണ കാണാനായിട്ട്. ആൻഡ് ഇനി നമുക്ക് ആ ഒരു ഞെട്ടിൻ്റെ ഭാഗം വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളർ ക്ലേ ആണ് ഉപയോഗിക്കുന്നത്. പോർസലൈൻ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അതുപോലെ നല്ല വൈബ്രൻ്റ് ആയിട്ടുണ്ടാവും. മറ്റു ക്ലേ ഉപയോഗിക്കുകയാണെങ്കിൽ ലാസ്റ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാമെന്നേ ഉള്ളൂ. ഫോർ മൈ ന്യൂ വ്യൂവേഴ്സ്, this clay is called cold porcelain. This is a homemade clay and you can make it at home. I have made a video on that on my channel. If you want, you can check it out. I will share the link in the description. So please check it out and make the clay at home. ആൻഡ് ഇപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ ഒരു ഞെട്ടിൻ്റെ ഇംപ്രഷനൊക്കെയാണ് കൊടുക്കുന്നത്. അത് അത്രയും റെലവൻ്റ് അല്ല, കാരണം നമ്മൾ ഈ ഒരു തക്കാളി മാത്രമല്ലല്ലോ ഉണ്ടാക്കുന്നത്, അതിന് പുറത്തേക്ക് വീണ്ടും കാര്യങ്ങളുണ്ട്. ഇനി ആ ഒരു കഴുത്തിൻ്റെ ഭാഗം വരുന്നത് നമ്മൾ സ്കിൻ കളർഡ് ക്ലേ വെച്ചിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു തക്കാളിക്കുട്ടിയുടെ ഫേസ് ചെയ്താലോ. അപ്പോൾ ഒരു ഹ്യൂമൻ ഫേസ് ചെയ്യാം. വളരെ ക്യൂട്ടായിട്ടുള്ള ഫേസാണ്. ഞാൻ ഫേസിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ കൊടുക്കുന്നില്ല. ഒരു ചെറിയൊരു മൂക്കിനുള്ള കുറച്ച് ക്ലേ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സ്കിൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തിരിക്കുന്നത് ഫ്ലഷ് ടിൻ്റ് എന്ന് പറയുന്ന അക്രിലിക് കളർ മാത്രമാണ്. കാരണം ഇതൊരു ഫാൻറ്റസി ക്രിയേച്ചർ പോലെയാണല്ലോ. അപ്പോൾ സ്കിന്ന് കുറച്ചൊന്ന് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ കുറച്ചൊന്ന് പെയിലായിട്ടിരുന്നാലും കുഴപ്പമില്ല. ആൻഡ് ശരിക്കും റിയൽ ലൈഫിൽ ഇതുപോലെ ടൊമാറ്റോ ഗേൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. ഇനി നമുക്ക് കാലുകൾ ചെയ്യാം. അപ്പോൾ കാലുകളൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ അതും കുറച്ച് സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്യണത്. അതായത് വിരലുകളൊന്നും സ്കൾപ്റ്റ് ഒന്നും ചെയ്തെടുക്കുന്നില്ല, കാരണം നമ്മൾ ഷൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ വിരലുകൾ അവിടെ സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി കൈകൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. വിരലുകളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോ ഹാൻഡ്സിൻ്റെയും ലെഗ്സിൻ്റെയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പത്തെ വീഡിയോസ് കാണാം. അപ്പോൾ ഫേസും കൈകളും കാലുകളും റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഒരു ടൊമാറ്റോയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാലുകളൊന്ന് ജസ്റ്റ് ഒന്ന് പാർഷ്യലി ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഷൂസ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് ഞാൻ റെഡ് കളർ ക്ലേ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ടൊമാറ്റോ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന അതേ റെഡ് കളർ ക്ലേ ആണ് ഇവിടെ ഷൂസിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ അത് ജസ്റ്റ് ഒരുപാട് ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും കൊടുക്കണില്ല. കൈകൾ കൊണ്ട് തന്നെ ആ ഒരു ഫൂട്ടിനെ കവർ ചെയ്തിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ നമ്മൾ ഷൂസും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗ്രീൻ കളർ ക്ലേ എടുത്തിട്ട് ലീവ്സ് പോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടൊമാറ്റോയുടെ ലീവ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ആ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇതെല്ലാം മിനിയേച്ചർ സൈസിലായതുകൊണ്ട് ഡീറ്റെയിൽസൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ആൻഡ് ഇതുപോലെ ആ ഒരു കാല് തുടങ്ങണ ഭാഗമല്ലേ, അവിടെ നമുക്കിങ്ങനെ ചുറ്റും ഒന്നിങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് താഴെ ഒരു കോഡ് പോലെ ഇതുപോലെ ഗ്രീൻ കളറ് ക്ലേ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. നാട പോലെ നമ്മളിങ്ങനെ കെട്ടുന്ന ഷൂസൊക്കെ ഇല്ലേ, അതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ രണ്ട് കാലിലും ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു തലയുടെ
മുകളിലൊരു തൊപ്പി പോലെ വെക്കാനും നമ്മൾ ആ ഒരു ഞെട്ടിൻ്റെ ഭാഗം പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫേസ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണും അതുപോലെ ലിപ്സും ഒക്കെ വരച്ചു കൊടുക്കാം. ഇനി ഇതൊക്കെ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ള ബ്രഷിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 000 ആണ്, 30. അപ്പം 000 ബ്രഷാണ് നമ്മൾക്ക് യൂസ് ചെയ്യുന്നത്. എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഈ ഒരു ബ്രഷിൻ്റെ സൈസ് എന്താണെന്നുള്ളത്. പിന്നെ മിനിയേച്ചർ വരച്ചു കൊടുക്കുമ്പോൾ അതിനെക്കാട്ടിലും മിനിയേച്ചറായിട്ടുള്ള ബ്രഷ് നമുക്ക് അവൈലബിൾ ആണ്. ചിലതൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ്. ഞാൻ ഓൺലൈനിലൊക്കെ നോക്കുമ്പോൾ ഞാനത് വാങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ നെയിൽ ആർട്ടിന് ഉപയോഗിക്കുന്ന ബ്രഷ് ഉണ്ട്, അതും ഇതേപോലെ നല്ല പോയിൻറ്റഡ് ആണ്. അത് ഉപയോഗിച്ചാൽ നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടും. പിന്നെ വരയ്ക്കുമ്പോൾ വളരെ പ്രത്യേകം ശ്രദ്ധിച്ച് വരയ്ക്കാൻ ശ്രമിക്കുക. മിനിയേച്ചർ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തെറ്റിപ്പോവും. അപ്പോൾ ആ ഒരു പ്രിസിഷൻ നമുക്ക് നല്ല കോൺസെൻട്രേഷനോടി വരച്ചാലേ നല്ല ഭംഗിയായിട്ട് കണ്ണുകളും ഒക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു കാർട്ടൂണിഷ് ഫേസ് പോലെ ഒരു ക്യൂട്ട് ഫേസാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കണ്ണ് കുറച്ച് വലുതായിട്ടാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. ഞാൻ അവിടെ ഒരു കവിളിൻ്റെ അവിടെയൊക്കെ കുറച്ചൊരു കളറേഷൻ കൊടുത്തത് സോഫ്റ്റ് പേസ്റ്റൽസ് കൊണ്ടാണ്. നിങ്ങളുടെ കയ്യിൽ സോഫ്റ്റ് പേസ്റ്റൽസ് ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ അക്രിലിക് പെയിൻറ്റ് തന്നെ വളരെ ഡൈല്യൂട്ടായിട്ട് എടുത്തിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെയർ ആണ്. ആൻഡ് ഹെയറിന് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ശരിക്കുമുള്ള ഒരു നല്ല ഡാർക്കായിട്ടുള്ള സോയിലിൻ്റെ കളറാണ്. പക്ഷെ ഇത് ഉണങ്ങി വന്നപ്പോൾ ബ്ലാക്ക് പോലെ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ചെയ്തത് ഏകദേശം ഗ്രീൻ ക്ലേ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് യെല്ലോയും അതുപോലെ ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു കളർ എടുത്തത്. സാധാരണ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ഫെർട്ടൈലായിട്ടുള്ള മണ്ണുണ്ടല്ലോ, വളക്കൂറുള്ള മണ്ണ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കറുത്ത കളറിൽ കിട്ടും. നമ്മൾ ചെടിയൊക്കെ വാങ്ങിക്കുമ്പോൾ ആ ഒരു കളറാണ് ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചത്. പക്ഷെ ഉണങ്ങി വന്നപ്പോൾ ഇത് കുറച്ച് ഡാർക്കൻ ചെയ്തപ്പോൾ ബ്ലാക്ക് പോലെ തന്നെ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡാർക്ക് ബ്രൗൺ പോലെ ഉണ്ട്. അപ്പം ഞാൻ കൂടുതലും ആ ഒരു നേച്ചറിൻ്റെ ഒരു എഫക്റ്റ് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഹെയറിന് ആ ഒരു കളർ കൊടുത്തത്, തനിയെ ബ്ലാക്ക് കൊടുക്കാതെ. ഇവിടെ ഒരു തക്കാളി കുട്ടിയാണ് ഉണ്ടാക്കുന്നത്, അതായത് ഗേളിനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോയിനെ ഉണ്ടാക്കാം, അത് കുഴപ്പമില്ല, അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇനിയും തൊട്ട് വെജിറ്റബിൾസിനെയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫ്രൂട്ട്സിനെയൊക്കെ ഇതുപോലെയുള്ള ഹ്യൂമൻ ഡോൾസ് പോലെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമുക്കിതുപോലെയൊക്കെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ ബോയും ഗേളും ഒക്കെ ആയിട്ട് നമുക്ക് കുറേ വെജിറ്റബിൾസിനെയും ഫ്രൂട്ട്സിനെയൊക്കെ ചെയ്യാം. അപ്പോൾ നല്ല രസമായിരിക്കും കാണാൻ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ. ആൻഡ് ഞാനിവിടെ ഗേളാക്കാൻ തന്നെ കാരണം ജർമ്മൻ ലാംഗ്വേജിൽ ഈ ഒരു ടൊമാറ്റോ ഈസ് എ ഫെമിനിൻ നൗൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൊമാറ്റോ എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് ഞാനവിടെ അതൊരു ഗേൾ ആയിക്കോട്ടെ എൻ്റെ പേഴ്സണിഫിക്കേഷൻ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് മാത്രം ഗേളാക്കിയെന്നേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ ബോയ് ആയിട്ടും ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. എൻ്റെ മനസ്സിലേക്ക് ഇതിങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ആശയമായിട്ട് തോന്നി. നമ്മൾ കാണുന്ന വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അതൊക്കെ ഹ്യൂമൻ ഫോമിൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ അതൊരു ഡോളായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഈ ഒരു ഐഡിയ എടുത്തത്. സോ ഇവിടെ ആ ഒരു നമ്മളൊരു ഹാറ്റ് പോലെ മുകളിൽ വെക്കുന്ന ഒരു ഞെട്ടിൻ്റെ ഭാഗത്തൊരു യെല്ലോ ഫ്ലവർ വെച്ചിട്ടുണ്ട്. നമ്മൾക്കറിയാം തക്കാളിയുടെ ബ്ലോസം എന്ന് പറയുന്നത്, അതിൻ്റെ പൂവെന്ന് പറയുന്നത് യെല്ലോ കളറിലിരിക്കും, ഇതുപോലെ ഉണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ ഞാൻ ആ ഒരു ബോഡിയിലും ഒക്കെ കുറച്ച് കുഞ്ഞ് തക്കാളിയും അതുപോലെ തന്നെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഹാൻഡിൽ ഞാനൊരു ടൊമാറ്റോയുടെ തന്നെ പിക്ചറിൽ ടാറ്റുവും വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാലുകളും കൈകളും ഒക്കെ, ഞാനിവിടെ കാലുകൾ ഹാങ് ചെയ്താണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനു മുമ്പ് നമ്മളൊരു ഡോള് ചെയ്തിട്ടുണ്ടായിരുന്നു, റിയ എന്ന് പറഞ്ഞിട്ടൊരു ഡോള്, യെല്ലോ കളറിലുള്ള ഒരു കീച്ചെയിൻ ഡോള് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഐ പിൻസൊക്കെ കയറ്റിയിട്ട് നമുക്ക് ഇതുപോലെ തൂക്കിയിട്ട്, നമ്മൾ കമ്മലൊക്കെ ഉണ്ടാക്കില്ലേ ഹാങ്ങിങ് ആയിട്ടുള്ള, അതുപോലെ നമുക്ക് ഇതേപോലെ തൂക്കിയിടാം. കൈകളും ഞാൻ അങ്ങനെ ചെയ്യാൻ നോക്കി, അപ്പോൾ അതെന്തോ ഒരു ഭംഗി തോന്നിയില്ല. അതുകൊണ്ട് കൈകൾ ഞാനിവിടെ കമ്പി കയറ്റി വയ്ക്കുകയാണ് ചെയ്യണത്, നമ്മൾ സാധാരണ ഡോൾസിലൊക്കെ ചെയ്യണത് പോലെ തന്നെ. അപ്പോൾ തൂക്കിയിടാൻ നോക്കിയിട്ട് എനിക്ക് അത്രയ്ക്ക് ഭംഗിയായിട്ട് തോന്നിയില്ല കൈകൾ. ഇനി നമ്മൾ തല ഫിക്സ് ചെയ്യാൻ പോകണം. അതിന് ഞാൻ വേറൊരു കുറച്ചുകൂടെ കട്ടിയുള്ള ഒരു കമ്പിയാണ് കയറ്റിയിരിക്കണേ. അങ്ങനെ നമ്മുടെ തക്കാളിക്കുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടൊമാറ്റോ ഗേൾ അല്ലെങ്കിൽ തക്കാളിക്കുട്ടി.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡോളിനെ ഇഷ്ടപ്പെട്ടോ? ആൻഡ് വളരെ ക്യൂട്ടായിട്ടുണ്ടാവും. ഇതുപോലെ നമ്മുടെ ഹൗസ് ഹോൾഡായിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മൾ ദിവസവും കാണുന്ന സാധനങ്ങൾക്കൊക്കെ കുറച്ചൊരു പേഴ്സോണിഫിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ അവരെങ്ങനെ ഇരിക്കും നമ്മൾ കാണുമ്പോൾ ഒരു ക്യൂട്ടായിട്ടുള്ള അനുഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും ചെയ്ത് നോക്കുക. ആൻഡ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്ത് നോക്കുന്നതിലേക്ക് എനിക്ക് ഒരുപാട് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഞാൻ ചെയ്യുന്ന അതേപോലെ തന്നെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ട്രൈ ടു മെൻഷൻ ഒറിജിനൽ ക്രിയേറ്റർ. കാരണം നമ്മൾ ഒരുപാട് ദിവസം ഇങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഐഡിയാസാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് മെൻഷൻ ചെയ്യുമ്പം നിങ്ങളുടെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് കുറച്ച് കൂടുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങളൊരിക്കലും താഴ്ന്നു പോകുന്നില്ല. നിങ്ങൾ ഒരു ഐഡിയ എടുത്തു അത് വീണ്ടും ചെയ്തു എന്നുള്ളതിന് താഴ്ന്നു പോകുന്നൊന്നുമില്ല. സോ നിങ്ങൾ വലിയവരാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയാസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ ക്രിയേഷൻ ചെയ്യുക. ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്. ഒരുപാട് ക്രിയേറ്റേഴ്സ് ഇതുപോലെ വേദനിക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വെള്ളിയാഴ്ച കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. ചൂസ്.